ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 5 വാക്യം. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നതാണ്, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ദേഹമായി തീരും. അതായത് വിവാഹത്തിന് ശേഷം അപ്പനെയും അമ്മയും തള്ളിപ്പറയണമെന്നല്ല, അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുക, നമ്മുടെ ബന്ധത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അകറ്റുക എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ വിവാഹത്തിന് ശേഷം ഭാര്യയോട് അല്ലെ ഭർത്താവിനോട് അവരിരുവരും ഒരു ദേഹമായി തീരുന്ന ഒരു അനുഭവം, പങ്കിടലിൻ്റെ എല്ലാം ഷെയറിങ്ങിൻ്റെ ഒരു അനുഭവം, അതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഒരു മറയില്ല, എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. എല്ലാ തീരുമാനങ്ങളും അവിടെ മറ്റുള്ളവർക്ക് മാതാപിതാക്കളായാലും അല്ലെങ്കിൽ മറ്റ് പുറമേ നിന്നുള്ള ഒരു സ്വാധീനവും അവരുടെ ആ വിവാഹ ജീവിതത്തിനെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനെ അല്ലെ അവർ തമ്മിലുള്ള ബന്ധത്തെ അകറ്റുവാൻ പാടില്ല. അവരുടെ ആ ബന്ധത്തിൻ്റെ ഇടയിൽ മറ്റൊരു ബാഹ്യശക്തി വരുവാൻ പാടില്ല എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അവർ പറ്റിച്ചേരുക, അത് ഇരുവരും ഒരു ദേഹമായി തീരുക, ആ ഒരു അവസ്ഥയിലേക്ക് ആണ് വിവാഹജീവിതത്തിൻ്റെ ആ സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഈ പറ്റിച്ചേരൽ സാധ്യമാകാതെ ഈ ഡിവോഴ്സിൻ്റെ വക്കിൽ അല്ലെ ഡിവോഴ്സ് തന്നെ ആവുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം, മിക്കപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ ചെറുക്കൻ്റെ അപ്പൻ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ മാതാപിതാക്കളുടെയോ ഒരു കടിഞ്ഞാൺ, ഒരു ചങ്ങല ഈ ഇവരുടെ ദേഹത്തുണ്ട്. അതിൻ്റെ ആ നിയന്ത്രണം എന്ന് പറയുന്നത്, ആ ചങ്ങലയുടെ ആ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളുടെ കയ്യിലായിരിക്കും. അവരിങ്ങനെ പിടിച്ച് പുറമോട്ട് വലിക്കുന്നിടത്തോളം കാലം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ പറ്റിച്ചേരലിൻ്റെ അനുഭവത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം ആ പെണ്ണിൻ്റെ മാതാപിതാക്കൾ അവളെ പുറകോട്ട് വലിക്കുന്നു, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവനെ പുറകോട്ട് വലിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ചേരുക അല്ലെങ്കിൽ പറ്റിച്ചേരുന്ന അവസ്ഥയിലാകുക? പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. പല കാരണങ്ങളുണ്ട്, അതിൽ ഒരു കാരണം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചു. കാരണം ആ വിവാഹം തന്നെ നടക്കുന്നത് ഒരുപാട് പാടുപെട്ടാണ്. കാരണം ഈ ഭാര്യയുടെ അതായത് ഈ പയ്യൻ്റെ അമ്മയുടെ ഒരു നിർബന്ധം, അവർ തന്നെത്താൻ അവർ ചിന്തിക്കുകയാണ്, അവർ സമ്പത്തുള്ളവരാണ്, കുടുംബഭൂമിയുള്ളവരാണ്, അവർ പള്ളിയിൽ വലിയ സ്ഥാനമൊക്കെ ഉള്ളവരാണെന്ന് സ്വയം ചിന്തിക്കുക. കാരണം ഇവർ അധ്യാത്മ സംഘടനയുടെയൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നിട്ടുള്ളവരാണ്. അതുമല്ല സേവിയ സംഘത്തിലെ ഒരു സുപ്രധാന ഒരു സ്ഥാനം വഹിക്കുന്ന ആ വ്യക്തിയോടെയാണ് ഈ അമ്മ, ഈ പയ്യൻ്റെ അമ്മയെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു ബന്ധം വേണം മകന് വിവാഹമായിട്ട് വരാൻ. ആ പെണ്ണിൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സാമ്പത്തിക സ്ഥിതിയും അതുപോലെ ഒരു സ്റ്റാറ്റസും ഉള്ളവരായിരിക്കണമെന്ന് ഈ അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ പല ആലോചനകൾ വന്ന് ഏറ്റവും ഒടുവിൽ ഈ പയ്യനും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അവള് നല്ല സൗന്ദര്യമില്ലായിരിക്കും, വെളുപ്പ് കുറവായിരിക്കും എന്നെല്ലാം പറഞ്ഞ് പല ആലോചനകൾ വന്നതിനാണ്, ഒരുപാട് ആലോചനകൾ വന്നതാണ്. ഒന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ടു, അതിന് സമ്മതിച്ചു, അങ്ങനെ വിവാഹം നടന്നു. ആ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഈ പയ്യൻ്റെ വീട്ടിലേക്ക് വന്നു. തിങ്കളാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ വന്നു. ആ വ്യാഴാഴ്ച ഇവർ മണിയറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പയ്യൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ക്ലാസ് എടുപ്പാണ്. അവൾ വളരെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ച് അവരുടെ മണിയറയിലേക്ക്, ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കാൻ നേരം ഈ അമ്മ വന്നിട്ട്, ഈ പയ്യൻ്റെ അമ്മ വന്നിട്ട്, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ അമ്മാവ്യം വന്നിട്ട് ഒരു ക്ലാസ്സാണ്, ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അത് അവിടുത്തെ ജീവിത സാഹചര്യം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതുമല്ല ഈ പെണ്ണിന് ഒരു ചെറിയ ജോലിയുണ്ട്. അവർ പറയുന്നത് ഇതാണ്, ഈ അമ്മാവ്യമ്മ പറയുന്നതാണ്, ഇവിടെ സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള പൈസ കൊണ്ട് ചിലവ് കഴിയേണ്ട ആവശ്യമില്ല. ഇവിടെ അപ്പൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, അവന് ജോലിയുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, നിലങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾ
ജോലി ചെയ്തിട്ട് വന്നിട്ട് ചെലവ് കഴിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ജോലി രാജിവെക്കണമെന്ന് പറയുകയാണ്. എന്തായാലും ആ പെൺകുട്ടി വിവാഹത്തിൻ്റെ ആ സമയമായപ്പോൾ ഒരു നീണ്ട അവധി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യവുമില്ല. അപ്പം അങ്ങനെ കുറേ ക്ലാസ്സുകൾ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചുറ്റുവട്ടങ്ങൾ, വെളുപ്പിനെ എഴുന്നേൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഒരു ക്ലാസ് ഏകദേശം 12 മണിയായപ്പം ഈ പെണ്ണ് ഈ മരുമകൾ ഇതെല്ലാം കേട്ട് അറിയാതെ തന്നെ അവൾ ഉറങ്ങിപ്പോയി. ഈ ഭർത്താവ് അത് ഈ മോന് അവിടെ ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് മെഴുക്കുശാന്തി ഇരിപ്പുണ്ട്. അപ്പന് അവിടെ അപ്പൻ്റെ മുറിയിലുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് എടുപ്പ്. ഇത് 2 ദിവസം ഇങ്ങനെ തുടർന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ പയ്യൻ ഈ പെണ്ണിൻ്റെ ഭർത്താവ് പറയുകയാണ്, അമ്മ പറഞ്ഞു ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണ്ട, ആഭരണം എല്ലാം ഊരി വെച്ചേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവന് നിർബന്ധിച്ച് ഊരി വാങ്ങിച്ചു, ലോക്കറിൽ വെച്ച് പൂട്ടി. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എവിടെ പോയാലും ഈ അമ്മ, അവൻ കാർ ഓടിക്കും, പെട്ടെന്ന് കയറി ആ ഫ്രണ്ട് സീറ്റിൽ ഞെളിഞ്ഞിരിക്കും. ഈ പാവം പിടിച്ച ഈ മരുമകള് അല്ലെങ്കിൽ ഈ പയ്യൻ്റെ ഭാര്യ വന്നിട്ട് പുറകിലിരിക്കും. അങ്ങനെ അതിലൊന്നും അവൾക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ ഈ പെണ്ണിൻ്റെ ഈ വധുവിൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു വിവാഹത്തിന് പോകാനായിട്ട് ഈ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ വലിയ മാല ഒന്ന് വേണം, കാരണം അതിട്ടുകൊണ്ട് എനിക്ക് സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകാനെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ കല്യാണത്തിന് വരുന്നില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ എനിക്ക് ആ മാല എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്ത വായിക്ക് പറഞ്ഞ ഇതാണ്, അത് അമ്മയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, അമ്മയുടെ കയ്യിലാണ് താക്കോല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മാല അമ്മ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അത് ഇവിടുത്തെ ചിട്ടയാണ്, ഇവിടുത്തെ പതിവ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആവുന്നത് ശരിയാണോ എന്ന് അവൾ ചോദിച്ചു. അവളും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു യുവതിയാണ്. ഞാൻ ചോദിച്ചു, അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവൻ അമ്മോട് എന്ന് പറഞ്ഞു, അമ്മേ ഇതാണ്ട് ഇതുപോലെ പിന്നെ അവള് കല്യാണത്തിന് പോകാനായിട്ട് മാല ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പം അവർ കലിതുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഈ കല്യാണത്തിന് പോകാൻ ആ വലിയ മാല ഉണ്ടെങ്കിലേ പോകാൻ പറ്റുമോ, അല്ലാതെ പോകാൻ പറ്റത്തില്ലയോ, ഈ ഉള്ള മാല ഇട്ടുകൊണ്ട് പോയാൽ എന്താ എന്നെല്ലാം പറയുക, ആ ഒരു വളയും ആ ഒരു മാല ഇട്ടുകൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഈ ചേട്ടനോട് ഭർത്താവിനോട് ചോദിച്ചു, അവന് സ്വാതന്ത്ര്യമൊക്കെ കൊണ്ട് ചോദിക്കാൻ, എൻ്റെ ചേട്ടാ ഈ അമ്മയുടെ വാക്കെല്ലാം അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്, കാരണം എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ എടുത്ത് വായിക്ക് പറയുക, നീ എന്തിനാണ് ആ പെങ്കൊന്തനായിട്ട് നിൽക്കുന്നത്, തറുതല പറയുന്നത് കേട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കേട്ടപ്പം അവനും ദേഷ്യമായി. അപ്പം അവൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ അമ്മയുടെ കീഴിൽ നിൽക്കാനാണ് പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്, അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അമ്മയുടെ കൂടെ നിന്നാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അത് വലിയ ദേഷ്യമായി, അവരെ രണ്ടുപേരെയും ദേഷ്യപ്പെടുത്തി. അവൻ എടുത്ത വായിക്ക് പെട്ടെന്ന് എന്നിട്ട് ഒറ്റയടി അവിടെ ചവിട്ടി കിട്ടും. അവളൊന്നും മിണ്ടിയില്ല. അവളൊന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി. ഒരു അരമുക്കാൽ മണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞപ്പം അവരുടെ മുറ്റത്തൊരു കാറ് വന്ന് നിന്നു. ആ കാറിൽ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അവരുടെ അമ്മാവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരിറങ്ങി വന്നു. ഓരൊന്നും പറഞ്ഞില്ല, ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. കയറടി വണ്ടിയിൽ എന്ന് പറഞ്ഞു. അവളെ കയറ്റി കൊണ്ടുപോയി. ഇവൾ കൊണ്ടുവന്ന സാധനങ്ങളോ ആഭരണങ്ങളോ ഒന്നും അവർ ചോദിച്ചില്ല, അവളെ കൊണ്ടുപോയി. കാരണം ഇവൾ ഈ ദിവസവും ഈ ഒരു പതിവ്, ഇങ്ങനെ ക്ലാസ്സും മുറയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ് എടുപ്പും ഇങ്ങനെയുള്ള ഇതൊക്കെ ആയപ്പം അവൾ ഇവിടുന്ന് ഒരു പെൻ ക്യാമറ സംഘടിപ്പിച്ച് അവൾ അവിടെ ആ നൈറ്റിയിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ വീട്ടിലേക്ക് ഫോണുമായിട്ടും ബന്ധിച്ചിരിക്കുന്നു. അവർ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ആയപ്പം അവർ പറഞ്ഞു, എൻ്റെ മോളെ ഒരു അടിമയായിട്ടല്ല അവിടെ വിട്ടിരിക്കുന്നത്, അവൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് നിങ്ങളോടെല്ലാം പറഞ്ഞ് സമ്മതത്തോടെ വിട്ടത്. അങ്ങനെ അവൾ ഒരു പ്രഷറിൽ, ഒരു സമ്മർദ്ദത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല, അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പോയി. ഇന്ന് അവൾ അയർലൻഡിൽ സുഖമായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്ത് അവൾ കഴിയുന്നു. അവളുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ യവന് ചൊറിയും കുത്തി അമ്മയുടെ കീഴിൽ അമ്മയുടെ അടക്കടി ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു. പിന്നെയും കല്യാണാലോചനയാണ്. യവനൊരു വിവാഹം വേണം. എവിടുന്ന് കിട്ടാനാ ഒരു പെണ്ണിനെ? കാരണം ഇത് 2ാം കെട്ടാണ്. അവന് ഒരാഴ്ചയോ 2 മാസത്തെ ദാമ്പത്യ ജീവിതം ഉള്ളെങ്കിലും അവൻ 2ാം കെട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം യവൻ ഇനി ഒരു പെണ്ണിനെ കിട്ടാൻ ആരും 2ാം കെട്ടുകാരനെ കൊടുക്കത്തില്ല. അങ്ങനെ അറിയാവുന്ന അടുത്തുനിന്നുള്ള ബന്ധങ്ങളൊന്നും വരാതെ അങ്ങ് ദൂരേന്ന് ദല്ലാള് മുഖേന ഒരു ബന്ധം കിട്ടി. അവര് പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ്. അവൾ പഠിത്തവും ഒക്കെ ഉള്ള ഒരു പെണ്ണാണ്. അവിടെ അമ്മ വിധവയാണ്. ചെറിയൊരു 5 സെൻറ്റ് പുരയിടത്തിൽ ഒരു ചെറിയൊരു വീടുമായിട്ട് താമസിക്കുന്ന ഒരു അംഗമാണ്. അപ്പം ഇവരുടെ വീടിനെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഒന്നും അറിയാതെ, അതുമല്ല അവരുടെ ജീവിതം പച്ച പിടിക്കട്ടെ എന്ന് കരുതി അവൾ സമ്മതിച്ചു. ഇവിടെ വന്ന് ഒരാഴ്ച 2 ആഴ്ചത്തെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നെയും പഴയ പോലെ ആയി. ഈ അമ്മ പെട്ടെന്ന് കയറി
കാറിൻ്റെ ഫ്രണ്ടിൽ കയറി ഞെളിഞ്ഞിരിക്കും. അവൻ അവിടെ ഇരിക്കും. ഈ പാവം പിടിച്ച പെണ്ണ് ഇവിടെ വരും. മിക്കവാറും ഈ പെണ്ണിനെ എങ്ങും കൊണ്ടുപോകാറില്ല. പള്ളിയിലൊക്കെ പോയാൽ തന്നെ അവജ്ഞയോടെയാണ് ഇവർ മാറ്റി നിർത്തുന്നത്. അതുപോലെ പറയും, പിന്നെ അവിടെ വീടോ ഞങ്ങളുടെ തൊഴുത്തിൻ്റെ അത്രയും പോലും ഇല്ല. എല്ലാവരും കേൾക്കെ പറയുക. പലപ്പോഴും ഊണുമേശയിൽ വിരുന്നുകാരൊക്കെ വരുമ്പം എവരുടെ മോളൊക്കെ വരുമ്പം അവരുമായിട്ടൊക്കെ വരുമ്പോൾ അവരുടെ മുമ്പിലിരുത്തി തന്നെ ഈ പെണ്ണിനെ അവഹേളിക്കും. ഇങ്ങനെ ഈ മരുമകളെ അവഹേളിക്കും. ഇങ്ങനെ അവളെ തരം താഴ്ത്തും. അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ആഹാരം കഴിക്കുന്നത് എന്ന് പോലും പറഞ്ഞ് അവളെ അവഹേളിച്ചപ്പോൾ ഈ അമ്മാവിയമ്മ പള്ളിയിലെ സേവ്യ സംഘത്തിൻ്റെയും മറ്റ് ആധ്യാത്മിക സംഘടനത്തിലൊക്കെ ഒരു നേതാവാണ്, ഒരു സെക്രട്ടറി ഒക്കെ ആയിട്ട് കഴിയുന്നതാണ്. എന്നാൽ നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നെയ്യപ്പത്തിന് പേരേ ഉള്ളൂ, നെയ്യുടെ അംശം ആ നെയ്യപ്പത്തിൽ ഇല്ലാത്തതുപോലെ ഇവർ ക്രിസ്ത്യാനി എന്ന് പേരേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ഒരു സുഗന്ധമോ ഒരു ഗുണമോ ഇല്ലാത്ത ഒരു സ്ത്രീ, ക്രിസ്തുവിൻ്റെ ഒരംശവും ക്രിസ്തുവിൻ്റെ ഒരു ഭാവവും ഇല്ലാത്ത ഒരു സ്ത്രീ ആ നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവരെ ഈ മകനും അവരുടെ ഭർത്താവും ഈ മരുമകളെ ഇങ്ങനെ, അല്ലെങ്കിൽ ഭാര്യയെ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ, മറ്റുള്ള മുമ്പിൽ താഴ്ത്തി കെട്ടുമ്പോൾ ഏകദേശം അതേ അനുഭവമാണ്. പണ്ട് റേഡിയമിൻ്റെ യാത്രയയപ്പിൽ വഴിയെ പോയ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വന്ന് ഈ ADM-നെ അപമാനിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ മൂക്കും ചൊറിഞ്ഞ് ഒരു ജീവച്ഛവമായിട്ട്, അതായത് ശവം പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഇവിടെ ഇതാ രണ്ട് ആൾക്കാർ, ആ കുടുംബത്തെ നിയന്ത്രിക്കേണ്ട ആ കുടുംബനാഥനായ ആ അപ്പനും ഈ ഭർത്താവായ മകനും ഇവിടെ മിണ്ടാതിരിക്കുക. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് സഹിക്കാൻ വയ്യാതെ കുറേ ആയപ്പം അവളും അവിടെ പാട്ടിന് പോയി. ഇവിടെ ഇതാ അമ്മയുടെ കൂടെ ചൊറിയും കുത്തി അമ്മയുടെ അടക്കില്ല അവനിരിക്കുകയാണ്. ആ പെണ്ണ് എവിടെ പോയി? അവളവിടെ പാട്ടിന് പോയി. ഇവർ ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ ഇങ്ങനെയുള്ള സംഭവം അകന്ന് ജീവിക്കുക. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ പാട്ടിന് വിടുക. കാരണം അവരെ അങ്ങ് തള്ളിവിടണമെന്നല്ല, അവരെ ഒഴിവാക്കണം എന്നല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവർ ഭർത്താവായി കഴിയുമ്പോൾ, വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മുടെ മകനാണ്. അതേ സമയം തന്നെ അവന് ഇന്ന് ഒരു സ്ത്രീയുടെ ഭർത്താവ് കൂടിയാണെന്ന് ഓർക്കണം. നമ്മുടെ മകളെക്കുറിച്ചാണെങ്കിൽ അവൾ നമ്മുടെ മകളാണ്. തീർച്ചയായിട്ടും അവൾ ഇന്നൊരു പുരുഷൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിടുക. അവരുടെ ആ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ നമ്മൾ സുഖത്തിലെ കട്ടുറുമ്പാകാതെ അവരുടെ പാട്ടിന് വിടുക. ആ ഷെയറിങ്ങിൻ്റെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതാണ് കർത്താവ് പറയുന്നത്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ഒരു ദേഹമായി തീരുന്നതിന് നമ്മൾ തടങ്കൽ നിൽക്കാതെ, അവരുടെ ഇടയിൽ നമ്മൾ വരാതെ, അവരെ ഇങ്ങനെ പിടിച്ചകറ്റുന്ന കടിഞ്ഞാണുകളായി നമ്മൾ മാറാതെ, അവരെ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവികമായ അനുഭവത്തിൽ ജീവിക്കുവാൻ എത്ര സന്തോഷമാണ്. അവിടെ ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ മരുമകളെ നമ്മുടെ മകളായി ചേർത്ത് നിർത്തിക്കൊണ്ട്, അതുമല്ല ഒരു വീട്ടിലേക്ക് ഒരു മരുമകൾ കയറി വരിക എന്ന് പറയുമ്പം അവൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ നിന്നും ആ വീടും ആ കുടുംബവും അപ്പനെയും അമ്മയെല്ലാം വിട്ടിട്ട് അവളുടെ വേറൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അവളെ പിഴുതു മാറ്റി നടുകയാണ്, പറിച്ചു നടുകയാണ്. എന്തുമാത്രം വിഷമമുണ്ട്. അങ്ങനെ വിഷമത്തോടെ വരുന്ന അവിടെ അബ്രഹാം എന്നോട് പറഞ്ഞ പോലെ, നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ നീ വിട്ടുപോകണമെന്ന് പറയുന്ന പോലെ, അവിടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും അവൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തെ ഒക്കെ വിട്ട് നമ്മുടെ പ്രത്യേക സാഹചര്യം, പുതിയൊരു സാഹചര്യത്തിലേക്ക് അവളെ പറിച്ചു മാറ്റി നടുമ്പോൾ അവളെ ചേർത്ത് നിർത്തുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മളെ മകളെപ്പോലെ അവൾ സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ മകനായി മരുമകനായിട്ട് വരുന്നവനെ മകനായി തന്നെ ചേർത്ത് നിർത്തുവാനൊക്കെ ബാധ്യത നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് സ്വർഗീയമായ അനുഭവം. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് വലിയ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. സമാധാനം എവിടെയുണ്ടോ അതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അത് കാണത്തക്കവണ്ണമല്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ ഇടയിൽ വരുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ സമാധാനം. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ വരുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് കേട്ടെ, മരുമകളെ മക്കളായി തന്നെ കാണാൻ പറ്റണം, മരുമകനെ മകനായി തന്നെ കാണുവാൻ കഴിയണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ആ ഭാര്യാഭർത്തൃക്കന്മാരുടെ ഇടയിൽ നമ്മളൊരു തടങ്കൽ പാറയാകാതെ അവർ ഇരു ദേഹമാണെങ്കിലും ഒരു ദേഹമായി പറ്റിച്ചേരുന്ന അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് മാതാപിതാക്കൾ സഹായിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.